യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യും. പെസഹാകാലം 4-ാമത്തെ ആഴ്ച, ബുധനാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 40 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു യഹൂദരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണും. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ 1-ാം വായന പറയുന്നത് വചനം വ്യാപിക്കുന്നതായിട്ടാണ് കാണപ്പെടുക. അതായത് ശിഷ്യന്മാരിലൂടെ വചനം എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കുന്നതായിട്ടാണ് കാണപ്പെടുക. ഈ ഒരു സുവിശേഷ ഭാഗവും അത് തന്നെയാണ്. യഹൂദരോട് പറയുന്നതാണ്, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്നാണ് പറഞ്ഞു വയ്ക്കുക. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിതാവിനെയാണ്, എന്നെ അയച്ചവനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അവന്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ നിങ്ങൾ കേട്ട, അതായത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും അന്ധകാരത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രകാശമായിട്ട് വന്നു നിൽക്കുന്നു എന്നാണ് ക്രിസ്തുനാഥൻ നമ്മൾ നോക്കി പറയുന്നത്. വചനങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനമാകുന്ന യേശു എൻ്റെ അന്ധകാരം, എൻ്റെ ഉള്ളിലായിരിക്കുന്ന അന്ധകാരത്തെ മാറ്റി പ്രകാശമായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ നിറഞ്ഞ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. വീട്ടിലെ ഓരോ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ മദ്യപാനത്തിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളാകാം, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളാകാം. അങ്ങനെ തുടങ്ങുന്ന പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഭവനങ്ങളൊക്കെ അവർ സ്വമേധയാ പറയുന്നത് പ്രകാരമാണ്, ഞങ്ങളൊരു അന്ധകാരത്തിൽ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. ക്രിസ്തുനാഥൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവിടെ വചനം, ഇന്നത്തെ 1-ാം വായനയിൽ പറഞ്ഞ ആ വചനം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ നിങ്ങൾക്ക് പ്രകാശമായി, നിങ്ങളുടെ മുന്നിൽ പ്രകാശമായി വന്നു നിൽക്കും എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭവനങ്ങളിൽ വചനം കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കാം. ക്രിസ്തുനാഥനെ എൻ്റെ ഭവനത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ഭവനത്തിനുള്ളിലായിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഇരുളിനെയും എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് നമ്മുടെ ഭവനത്തിന് നടുവിലായിട്ട് പ്രകാശമായിട്ട് വന്നു നിൽക്കും. എൻ്റെ ഉള്ളിലും പ്രകാശം നിറയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ വചനം നിറയേണ്ടിയിരിക്കും. ആ വചനത്തിലൂടെ ക്രിസ്തുനാഥൻ എൻ്റെ ഉള്ളിലെ അന്ധകാര ശക്തികളൊക്കെ എടുത്തു മാറ്റി പ്രകാശമായിട്ട് മാറും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളോട് കർത്താവ് വിളിച്ചു പറയുന്നുണ്ട്, ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രകാശമായിട്ട് വന്നു നിൽക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.